രണ്ടാമത്തെ തട്ടിക്കൂട്ട് ചോറ് നോക്കിയാലോ. എണ്ണയെടുത്ത് അതിൽ ശകലം ജീരകം, സവാള, പച്ചമുളക്, കറിവേപ്പില, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ബീട്രൂട്ട് നല്ലപോലെ ഇട്ട് വഴറ്റി ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക. വഴണ്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ചേർത്ത് 4 മുട്ടയുടെ ഇതിലേക്ക് ബീറ്റ് ചെയ്ത് ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചോറ് റെഡി. ഇനി ഒരു ഫ്രൈ നോക്കിയാലോ. ചൂടുവെള്ളത്തിൽ പനീരും ഉപ്പും കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര് ചേർത്ത് പനീർ അതിൽ തേച്ച് വെച്ച് എണ്ണയിൽ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ പനീർ ഫ്രൈയും റെഡി. ഇത് ബിഗിനേഴ്സിനുള്ള പനീർ ഫ്രൈ ആണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.